ആള് ജെനുവിൻ ആണോ? അല്ലല്ല ഫോറിനാ. എന്നാ വിളിക്ക. സോ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്ന ആളെ പറ്റിട്ട് പറയാണെങ്കിൽ ആള് എന്താ പറയാ, നമുക്ക് ഒരു ആക്ട്രസ് ആന്ന് പറയാം, ഒരു ആർട്ടിസ്റ്റ് ആന്ന് പറയാം. നമുക്ക് വെൽക്കം ചെയ്യാം അഞ്ജന. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. മോഡലിംഗ് ഭയങ്കര പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണല്ലോ. ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയി പോയല്ലോ. ഇപ്പൊ അഞ്ജന കൂടുതലായിട്ട് ബോൾഡ് ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അത് എങ്ങനെ ആദ്യം സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് വഴി തന്നെയായിരുന്നോ ആദ്യം ചെയ്തത്? അത് ഉത്തരം പറ. ഒറ്റക്ക് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓട്ടിന്റെ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടെന്നല്ലേ, അതില് ഞാൻ ഫസ്റ്റ് കാണിച്ചത് എന്റെ ഒരു നാവലായിരുന്നു. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. ഫസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല, പിന്നെ ഞാൻ അതുപോലെ തന്നെ ബോൾഡ് ചെയ്യാൻ തുടങ്ങി. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. പിന്നെ ഞാൻ അങ്ങനെ കുറെ ഫോട്ടോസ് എടുത്തായിരുന്നു നാവല് കാണിച്ചിട്ടൊക്കെ. രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വേണ്ട. അപ്പൊ താനല്ലേ പറഞ്ഞത് അവള് തറവാട്ടി പറഞ്ഞാണെന്ന്? നാവല് കാണിച്ചു, പിന്നെ ഒന്ന് ക്ലീവേജ് കാണിക്കാം, അങ്ങനെ തോന്നി. നേരെ ചൊവ്വേ തുണി കൊടുത്ത് നടക്കുവോ, അല്ലെങ്കിൽ പരുന്നുകാരെ പോകും. അപ്പം കുറെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. സ്വാഭാവികം. നെഗറ്റീവ് വരുന്ന സമയത്ത് അഞ്ജനയുടെ ഒരു റിയാക്ഷൻ, അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനത്തെ കമന്റ്സ് ആണ് കൂടുതൽ വരാറ്? ഓരോരു ബോഡി പാർട്സിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് എടുത്ത് പറയുമ്പം ഇൻസ്റ്റാഗ്രാമില് നമുക്ക് പൊതുവെ DMs വരുമല്ലോ, അപ്പൊ കൂടുതൽ വരുന്ന മെസ്സേജസ് ഒക്കെ എന്തായിരിക്കും? പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. എന്റെ കൂടെ ഡേറ്റ് ചെയ്യണം അങ്ങനൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? പണ്ട് മുതലേ ചിത്രം വരക്കുമായിരുന്നു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഏതാണ് കൂടുതൽ വരക്കാൻ ഇഷ്ടം? ന്യൂഡ്സ് ആണ് കുറച്ചും കൂടി കൂടുതൽ, ന്യൂഡ് പെയിന്റിംഗ് ആണ് കൂടുതൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ജനക്കണ്ടി.